രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി കൂട്ടിയോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പ്രസക്തി കൂട്ടി. രമേശ് ചെന്നിത്തല കൗശലക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എല്ലാ അർത്ഥത്തിലും. അദ്ദേഹത്തിൻ്റെ കൗശലം നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ അഴിമതി ആരോപണവുമായി ആദ്യം എത്തുന്നത് രമേശ് ചെന്നിത്തലയാണ്. എല്ലാ സമയങ്ങളിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും വല്ലപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. എല്ലാ സമയത്തും ആ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം എത്തുന്നു. അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും നല്ല ചെസ് മത്സരം ഡിങ് ലിറനും ഡി ഗുഗേഷും തമ്മിലുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ഗുഗേഷിനേക്കാളും ഡിങ് ലിറനേക്കാളും ഒക്കെ സമർത്ഥരായ ചതുരംഗ കളിക്കാരാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളതെന്നാണ് എൻ്റെ നീക്കം. നോക്കൂ, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശൻ പങ്കെടുക്കാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ അതിന് 2 ആഴ്ച മുമ്പ് ക്ഷണം കിട്ടിയ ഒരു വിഷയം പൊടുന്നനെ വാർത്തയായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആ കൗശലം എന്ന് പറയുന്നത് അത്ര ചെറുതല്ലാത്ത കൗശലമാണ്. നോക്കൂ, എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും വിവിധ സമുദായ രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ ബന്ധവും. ഒന്ന്, മുനമ്പം വിഷയത്തിൽ വി ഡി സതീശനെടുത്തിരിക്കുന്ന നിലപാട് ക്രിസ്ത്യൻ സമുദായത്തിന് അനുകൂലമായ നിലപാടാണെന്ന് മാത്രവുമല്ല, ക്രിസ്ത്യൻ സമുദായങ്ങളിലെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി ആ വിഷയം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചതുകൊണ്ട് ക്രിസ്ത്യൻ വേദികളിൽ പോയി ബിഷപ്പുമാരെ പോലും വിസ്മയിപ്പിക്കുന്ന വി ഡി സതീശൻ. അങ്ങനെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ സി അച്യുതമേനോനും ശശി തരൂരിനും ശേഷം മാരാമൺ കൺവെൻഷൻ്റെ 335 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഇതാ 3ാമത്തെ രാഷ്ട്രീയ നേതാവായി ഫെബ്രുവരി മാസം 15-ാം തീയതി യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ വരികയാണ്. പാലക്കാട് തിരഞ്ഞെടുപ്പ് വി ഡി സതീശന് കൊടുത്ത ഇമേജ് ചെറുതാണോ? വി ഡി സതീശൻ്റെ കയ്യിൽ ആരൊക്കെയുള്ളത്? യുവജനങ്ങളുടെ ത്രസിപ്പിക്കുന്ന ഹരം എന്ന് നമ്മളൊക്കെ പറയുന്ന ഷാഫി പറമ്പിലും കൂട്ടരും, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ പറയുന്ന അബിൻ വർക്കി, അങ്ങനെ യുവജന നേതാക്കളുടെ ഒരു വലിയ സമൂഹം, ഏറ്റവും പുതിയ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് സംഘം തന്നെ വി ഡി സതീശനോടൊപ്പമുണ്ട്. ചേലക്കരയെ തോറ്റുപോയി, സമ്മതിച്ചു. പക്ഷേ എന്നാൽ പോലും പാലക്കാട് നേടിയ വിജയം കൊടുത്തൊരു തിളക്കം വി ഡി സതീശനുണ്ട്. മുനമ്പം വിഷയത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിനോടൊപ്പം നിൽക്കുന്നു എന്നൊരു പ്രതിച്ഛായയുണ്ട്. അവിടെ മികച്ച രീതിയിൽ സംസാരിക്കുന്ന ഒരു ഒറേറ്റർ എന്ന രീതിയിൽ വി ഡി സതീശൻ പെർഫോം ചെയ്തു വരികയാണ്. എന്നാൽ മറുഭാഗത്ത് NSSുമായി അകന്നു നിൽക്കുന്ന രമേശ് ചെന്നിത്തല ദേശീയ പ്രവർത്തക സമിതിയിൽ കെ സി വേണുഗോപാലിനും ശശി തരൂരിനും ശേഷം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നായരാണെന്ന് ഒറ്റക്കാരണം കൊണ്ട് അവിടെ നിന്ന് തഴയപ്പെട്ട രമേശ് ചെന്നിത്തല, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ ചാർജ് ഉണ്ടായിട്ടും ദയനീയമായി പരാജയപ്പെട്ടു പോയ രമേശ് ചെന്നിത്തല, സംസ്ഥാനത്താണെങ്കിൽ രമേശ് ചെന്നിത്തലയെക്കുറിച്ചുള്ള വാർത്തകൾ പോലും അടുത്ത കാലത്തുണ്ടായിരുന്നില്ല. ആ വാർത്തകളെല്ലാം ഒന്നുകിൽ കെ സുധാകരൻ, അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ നിലകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിനിടയിൽ ചാണ്ടിയുമ്മന് കിട്ടുന്ന ഒരു മീഡിയ സ്പേസ് പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ആ അർത്ഥത്തിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ കടന്നുവരവ്. ആ കടന്നുവരവിൻ്റെ പ്രസക്തി ഉണ്ടാവുന്നതും ആ ഘട്ടത്തിലാണ്. 11 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ താക്കോൽ വിവാദം ഉണ്ടാവുന്നത്. ആ വിവാദത്തിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അന്ന് MG യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാല VC ആയിട്ട് നമ്മുടെ സുകുമാരൻ നായർ സാറിൻ്റെ മകളെ പരിഗണിക്കണം എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വന്നതായി കേൾക്കുന്നു. പക്ഷേ കോൺഗ്രസ് അന്നത് തയ്യാറായിരുന്നില്ല. കോൺഗ്രസുമായിട്ടുള്ളൊരു അകൽച്ച മന്നത്ത് തുടങ്ങുന്നത് ആ ഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് ആക്കം കൂട്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 5ാം മന്ത്രി വിവാദം വരുന്നു. മഞ്ഞളാംകുഴിയിൽ അല്ലേ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം മുതൽ തുടങ്ങിയ പ്രശ്നം പിന്നീട് AK ആന്റണിയുടെ പ്രസ്താവന വരുന്നതും ഏകദേശം ആ ഒരു ഘട്ടത്തിന് തൊട്ട് മുമ്പാണ്. കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് പിന്നെ തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതായത് NSSന്റെ ആസ്ഥാനം കോട്ടയത്താണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി ജാഥ വലിയ രീതിയിൽ ഒരുപക്ഷെ കേരളത്തിൽ വർഗീയമായി വലിയ വേർതിരിവിന് കാരണമായേക്കാവുന്നൊരു സാഹചര്യം അന്ന് രമേശ് ചെന്നിത്തല ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം അന്ന് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചുകൊണ്ടാണ് സുകുമാരൻ നായരെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത്. താക്കോൽ സ്ഥാനത്തേക്ക് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 2013 ജനുവരിയിൽ സുകുമാരൻ നായർ പറയുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് ഒരാളെ പരിഗണിക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. ഉടൻ തന്നെ രമേശ് ചെന്നിത്തല അതിന് അപകടം മണക്കുകയാണ്. തന്നെ ഒരു നായർ ബ്രാൻഡായിട്ട് എടുക്കുകയാണ്. ഭാവി കേരള മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടെന്ന് സ്വയം കരുതുന്ന KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന ഒരാൾ ASUയിലൂടെ പ്രവർത്തിച്ചു വന്ന ഈ ലീഡറിൻ്റെ മാനസപുത്രനായ ലീഡറിൻ്റെ തന്നെ അനുഗ്രഹത്തോടു കൂടി 28ാമത്തെ വയസ്സിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായ യോജിച്ചിട്ട് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി അല്ലേ. അപ്പം ആ അർത്ഥത്തിലുള്ളൊരു മനുഷ്യൻ്റെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസിനെ പെരുന്നയെ കൊണ്ട് വെച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല രമേശ് ചെന്നിത്തല. അപകടം മണത്ത രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി പറയുന്നത് ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉള്ള എൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പെരുന്നയിലെ സുകുമാരൻ നായരെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക.
പിന്നീട് ഒരു വേദിയിലും രമേശ് ചെന്നിത്തല ക്ഷണിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം രമേശ് ചെന്നിത്തല പക്ഷേ പോകുന്നുണ്ട്. എല്ലാ മന്നം ജയന്തിയിലും പെരുന്നയിൽ പോകും, ജനുവരി 2-ാം തീയതി പോകും, അവിടെ പുഷ്പാർച്ചന നടത്തി തിരിച്ചു പോകും എന്നതിനും അപ്പുറത്തേക്ക് വേദികളിൽ പോയിരുന്നില്ല. 2014 ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം പെരുന്നയിൽ പോകുന്നുണ്ട്. അതിനുശേഷം 8 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ദില്ലി നായർ അതിനിടയ്ക്ക് ശശി തരൂര് വരുന്നു. ആരാ ശശി തരൂർ? ആദ്യം ഡൽഹി നായരായ ശശി തരൂര് പിന്നീട് കേരളത്തിലെ വിശ്വപൗരനാവുന്നു, തറവാടി നായരാവുന്നു. അപ്പോൾ ശശി തരൂരിന് പോലും പെരുന്നയിൽ സ്ഥാനം കിട്ടിയിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് പെരുന്നയിലേക്ക് പ്രവേശനം കിട്ടുന്നില്ല. ആ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇതിലും വലിയ ദുഃഖമുണ്ട്. അവിടെയാണ് മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുനമ്പം വിഷയത്തെ മുൻനിർത്തി ക്രിസ്ത്യൻ സമുദായത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ യുവജനങ്ങളെയും KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെയും VD സതീശൻ ഒരു വലിയ മോട്ടിവേറ്ററായിട്ട് സ്വാധീനിക്കുന്നൊരു ഘട്ടമുണ്ടാവുന്നു. VD സതീശൻ ആ രീതിയിൽ ഒരു വലിയ ജനപിന്തുണ കോൺഗ്രസിൻ്റെ ഇടയിൽ കൂടി വരുന്നു. എന്നാൽ അതേസമയം VD സതീശനോട് അകന്നു നിൽക്കുന്നവർ മറുചേരിയായി എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ മാരാമൺ കൺവെൻഷനും അതിനെ തുടർന്ന് വരുന്ന വാർത്തയും. അതിനെ ചെക്മേറ്റായിട്ടുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ SNDP കൊണ്ടും NSSനെ കൊണ്ടും നടത്തിയിരിക്കുന്നത്. അത് SNDPയിൽ വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നതും ഇനി ആരുടെയൊക്കെ കരുനീക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ പോകും എന്നുള്ളതാണ്. ഇനി സമുദായങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? സമസ്തയുടെ പരിപാടിയൊക്കെ അവശേഷിക്കുന്നുണ്ടോ? അല്ലെ KC വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ സമസ്ത പരിപാടിയിൽ പങ്കെടുക്കാം, അതല്ലെങ്കിൽ പുലയ മഹാസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കാം. അങ്ങനെ ചില സമുദായ സംഘടനകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. അതിൽ VD സതീശൻ അന്ന് പറഞ്ഞ വാചകം ഇന്നിപ്പോൾ നമ്മളെല്ലാവരും പറയുന്നതുകൊണ്ട് VD സതീശനെ തിരിഞ്ഞു കുത്തുകയാണ്. സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാനില്ല എന്ന്. പക്ഷേ ഇന്ന് VD സതീശനായിരുന്നെങ്കിൽ അത് പറയില്ല എന്നാണ് എൻ്റെ ടേക്ക്. ഇന്ന് VD സതീശൻ ആ നിലപാട് പറയാൻ സാധ്യതയില്ല. സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ ഞാനില്ല. പക്ഷേ പരിപാടികളിൽ പങ്കെടുക്കുന്നതും അവിടെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങുന്നതും രണ്ടും രണ്ടാണ്. അത് രണ്ടാണ്. പക്ഷെ നോക്കൂ, കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും സമുദായ സംഘടനാ നേതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും താക്കോൽ സ്ഥാനത്ത് വരുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ കരുതാൻ. KC വേണുഗോപാൽ വെള്ളാപ്പള്ളി കണ്ടിട്ടില്ല. അതെ, നോക്കൂ, അവിടെ നോക്കൂ, തീരുമാനമാണ് KC വേണുഗോപാൽ. പക്ഷേ KC വേണുഗോപാലും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള തർക്കം ഒരു ഘട്ടത്തിലും NSSും KC വേണുഗോപാലും തമ്മിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ മറ്റൊരു വേർഷൻ കൂടി ഉണ്ടല്ലോ സ്വാഭാവികമായി. പക്ഷേ VD സതീശൻ NSSനെ എതിർക്കുമ്പോൾ ഉണ്ടാവാവുന്ന ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് KC വേണുഗോപാലും വെള്ളാപ്പള്ളി തമ്മിലുള്ള പ്രതിഫലനത്തെ പോലെ ആയിരിക്കില്ല. അല്ല, വേറൊരു കാര്യമുണ്ട്. പിന്നെ ഈ പറയുന്ന 2011 മന്ത്രിസഭയിൽ അത്ഭുതകരമായി VS ശിവകുമാർ മന്ത്രിയാവുന്നു. VD സതീശൻ മന്ത്രിയാവുന്ന പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി മന്ത്രിയാവാം. അതെ, പക്ഷേ പെരുന്നയിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാ. കാരണം വെച്ചാൽ NSSന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് ശിവകുമാറാണ്. അതെ, അത് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു നായർക്ക് അടുത്ത സാധ്യത കുറയുകയാണ്. സതീശൻ വെട്ടിപ്പോവാണ്, പേര് വെട്ടിപ്പോവാണ്. പെരുന്നയിലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ ചെറുതാക്കി നമുക്ക് കാണാൻ കഴിയൂ. ഈ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോഴല്ലേ അല്ലേ മുന്നോക്ക ക്ഷേമ വകുപ്പിലെ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്നത്? ക്യാബിനറ്റ് പദവി കൊടുക്കുന്നുണ്ട്. അപ്പം അതും മുന്നോക്ക ക്ഷേമ വകുപ്പിൽ കൊടുക്കുകയാണ്. അതൊക്കെ ഈ രാഷ്ട്രീയ നീക്കങ്ങളാണ്, കരുനീക്കങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡി ഗുഗേഷും ഡെങ്ലറിനും ഒക്കെ ഇവരുടെ മുന്നിൽ തോറ്റുപോകത്തേ ഉള്ളൂ. രാഷ്ട്രീയ ചതുരംഗം കളിക്കാൻ ഇറങ്ങിയാൽ നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല. മാരാമൺ കൺവെൻഷനിലെ ഒരു വാർത്ത വരുമ്പോൾ പെരുന്നയിൽ നിന്നൊരു വാർത്ത വരുന്നു, കണിച്ചിക്കുളങ്ങരയിൽ നിന്നൊരു വാർത്ത വരുന്നു. അത് രമേശ് ചെന്നിത്തലയുടെ പേരിലേക്ക് നമ്മളടക്കമുള്ളവർ ചർച്ച ചെയ്യുന്നു. വളരെ പെട്ടെന്ന് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൗതുകമുള്ള കാഴ്ചകളാണ്. ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 2026 വരെ നമുക്കൊരു വാർത്തയ്ക്ക് പഞ്ഞമുണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഫലം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രസക്തി കൂടുകയാണ്. കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവായി രമേശ് ചെന്നിത്തല കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കരുനീക്കങ്ങൾക്ക് ഇനി കരുത്തും ഒപ്പം തന്നെ കൗശലവും കൂടും. Meet the editors.